എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കാത്തൂസ് മാജിക് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നാണെങ്കിൽ നമുക്ക് കുറച്ച് ചൂടമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചൂടമീൻ വെച്ചിട്ട് ഒരു അവിയൽ വരുമെന്ന് പറയുമ്പോൾ നമ്മൾ വെജിറ്റബിൾ ഒന്നും ഇടത്തില്ല. അപ്പോൾ നമുക്കത് പുരട്ടിയൊക്കെ കൂട്ടത്തൊക്കെ പരുവത്തിലുള്ള ഒരു മീൻ അവിയൽ നമുക്ക് വെക്കാം കേട്ടോ. അവിയലെന്ന് വല്ല എന്താ പറയുന്നത്, മീൻ ചാറ് വറ്റിക്കത്തില്ലേ, അത് തേങ്ങയൊക്കെ അരച്ചിട്ട്. അപ്പം നമുക്ക് അങ്ങനൊരു മീനവിയൽ നമുക്ക് വെക്കാം. അപ്പം നമുക്ക് നമ്മുടെ മീനവിയൽ എങ്ങനെ വെക്കുന്നത് നമുക്ക് ഒന്ന് കാണാം. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ മീനവിയൽ വെക്കാനായിട്ട് നമ്മൾ കുറച്ച് ചൂടമീൻ രാവിലെ നമുക്ക് കിട്ടി കേട്ടോ. അപ്പോൾ ആ ചൂടമീനെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ ഇതെല്ലാം കഴുകി വെട്ടി വൃത്തിയാക്കി വെച്ച്. ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ പോകും, കൊണ്ടുവിടാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം വൃത്തിയാക്കി വെച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും മീനുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും മീൻ നമ്മൾ എടുക്കുന്നില്ല, ഇതിൻ്റെ ഞാൻ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി ഞാൻ കൊച്ചുങ്ങൾക്ക് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർക്ക് വറുത്ത മീനാണ് ഇഷ്ടം കേട്ടോ, ഈ ചൂടയൊക്കെ. പിന്നെ അതിനകത്തേക്ക് നമ്മൾ പുളിക്ക് പകരം നമ്മളിടുന്നത് ഒരു പച്ച മാങ്ങയാണ് കേട്ടോ. ഒരു മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയും ഇടുന്നില്ല, നമ്മൾ പുളിയുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ ഇത് ഇടുന്നുള്ളൂ, മാങ്ങ ഇടുന്നുള്ളൂ. പുളി എത്രമാത്രം വേണമെന്ന് നോക്കിയിട്ട് നമ്മൾ ഇടാം. പിന്നെ കുറച്ച് ആദ്യം നമുക്ക് ഇടാം. പിന്നെ നമുക്ക് അതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ കൊച്ചുള്ളി ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൂട്ടായ രുചിയുണ്ടോ. അപ്പോൾ കൊച്ചുള്ളിയാണ് നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത്. പിന്നെ അപ്പം ഇതെല്ലാം കൊണ്ട് ഞാൻ അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരട്ടെ കേട്ടോ. അതുകൊണ്ട് നമ്മുടെ മീൻകറി തിളയ്ക്കുന്നുണ്ട്. നമുക്കതിലേക്ക് ശകലം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാമേ. ഉലുവപ്പൊടി കൂടുകയൊന്നും ചെയ്യില്ല കേട്ടോ, കഴിക്കും. നമുക്കപ്പം ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഉപ്പും പുളിയെല്ലാം കറക്റ്റാണോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. നമ്മുടെ മീൻ നന്നായിട്ട് തിളച്ച് പറ്റി കേട്ടോ. ഇനി ഈ പരിധി നമുക്കിതിനെ വാങ്ങാമേ. അപ്പം ചട്ടിയിലിരുന്നത് തണുക്കുമ്പോൾ ഇത് കുറുകിക്കോളും, കറക്റ്റ് പരിവമായിക്കോളും കേട്ടോ. അപ്പം നമ്മളിനി ഈ മീൻകറി നമ്മൾ വാങ്ങാൻ പോകും. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതുകൊണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതൊരു ചെറിയ കപ്പിലാക്കിയതാണ് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ പാത്രത്തിലായതുകൊണ്ട് എനിക്കിത് എടുത്തൊഴിക്കാൻ വലിയൊരു ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു. ഇനി ഇത് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് അണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിനി ഈ മീൻകറി നമുക്ക് വാങ്ങാം. ഇത് തിളയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണയുടെ ഉലുവയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഇത് വാങ്ങി വെക്കാം. നമ്മളുടെ മീൻകറി ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ മീനവിയലും ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ടേസ്റ്റ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ മീനവിയലൊക്കെ വെച്ച് ഞാൻ ചോറൊക്കെ കഴിച്ചു. അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ വെച്ചുകൊണ്ട് പറയുമല്ല കേട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം തിരക്കെല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കണം. നമ്മുടെ ഈ കൊല്ലം ഭാഗത്തുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉള്ള കറികളൊക്കെ അവർക്ക് ധാരാളം ഇഷ്ടം. മീനൊക്കെ തേങ്ങ അരച്ച് കറി വെക്കുന്നതൊക്കെയാണ്. അതേസമയം ഞങ്ങളുടെ പത്തനംതിട്ട കൂടി ഭാഗത്തൊക്കെ ഉള്ളവർക്ക് തേങ്ങ അരച്ച് കറി വെക്കുമെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര എന്തോ ഇതുപോലെ കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ തേങ്ങ അരച്ച് കറിയൊന്നും അവർക്ക് ഇഷ്ടമില്ല. പിന്നെ തോരൻ വെക്കും മീനൊക്കെ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ അപ്പം നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാർ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.